ഹോലാ ഹായ് ക്യൂട്ടീസ്. കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് മേടിച്ചു. ഞാൻ എനിക്ക് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണേ. അപ്പോൾ അത് വെച്ചൊന്നും ചെയ്ത് നോക്കുക. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന അതിൻ്റെ എല്ലാം പൊട്ടത്തരായിരുന്നു. ഇതിപ്പം കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ആയിരുന്നു ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കേട്ടോ. തുടക്കത്തിൽ പിന്നെ പഠിച്ചു വന്നപ്പോഴത്തേനാണ് അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് ക്ലീനേഴ്സ് കളേഴ്സ് എല്ലാം തീരുകയും ചെയ്തു. കാരണം കുറച്ച് കളേഴ്സേ ഉള്ളൂ, വളരെ കുറവായിരുന്നു ഞാൻ മേടിച്ച ബണ്ടിൽ. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത്, പക്ഷേ ഇച്ചിരി കൂടെ മേടിക്കേണ്ടതായിരുന്നു പിന്നെ മനസ്സിലായി. പിന്നെ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് അതിനകത്ത് ഇല്ലതാനും. ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കളർ മേടിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ തിക്നെസ് ഇച്ചിരി കുറവായിരുന്നു. അപ്പം ഈ നമ്മൾ വെളിയിലുള്ള ആൾക്കാർ ഈ പൈപ്പ് ക്ലീനർ വെച്ചൊന്നും ചെയ്യത്തില്ല, അതിൻ്റെ അത്ര എഫക്റ്റ് ഒന്നും വന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു റോസ് ഫ്ലവർ പോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഒരു തരത്തിൽ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ കയ്യിൽ നല്ല കളേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ച് നിങ്ങളൊന്ന് കാണിച്ചേക്കാം. എല്ലാം ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന പല പല രീതിയിലാണ്. ചിലതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ശ്രമിച്ചതാണ് കേട്ടോ. അപ്പം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മുടെ റോസ് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇച്ചിരി റെഡ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന പിങ്ക് കളർ വെച്ച് നമ്മൾ അടുത്ത ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് ചിലതൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് ആവശ്യത്തിൽ പൈപ്പ് ക്ലീനർ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ച എന്തായിരുന്നു ഒരു ലോങ് വീഡിയോ എന്ന് ഇപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യാനിരുന്നതാണേ. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ക്രാഫ്റ്റ് ചെയ്യാതെ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഉണങ്ങുന്നേ ഇല്ല പല കാര്യങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ഫ്ലവറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, 4 കൊണ്ട് വെച്ചതിനകത്ത് മറ്റേതാണ് വേറൊരു ലാവണ്ടർ ടൈപ്പ് കളറേ ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ അകത്ത് വെക്കുന്ന സാധനം നമ്മൾ കൈയൊക്കെ വെച്ച് പൊള്ളിക്കാതെ സൂക്ഷിച്ച് വെക്കണം. അകത്ത് നമ്മളൊരു ബഡ്സ് പോലത്തെ, ഈ ഫ്ലവറിൻ്റെ പേരെന്നാ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അകത്ത് സെൻറ്ററിൽ വെക്കാനുള്ള ഒരു നമ്മുടെ എന്തോ അതിൻ്റെ പേര്, സ്റ്റേമനോ സ്റ്റിഗ്മയോ എന്തോ നമ്മൾ പണ്ട് സയൻസ് പഠിച്ചിരുന്നപ്പോൾ കാര്യം. അപ്പോൾ അതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തന്നെ 2-3 രീതിയിൽ ചെയ്യിക്കാം. നിങ്ങൾക്ക് പല കളറുള്ള, എൻ്റെ ഉള്ള കളർ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നല്ല സൂപ്പർ നല്ല ഡാർക്കായിട്ടുള്ള ലാവൻഡറൊക്കെ ഉണ്ട്, നല്ലതാണ് കേട്ടോ. ഈ പിങ്കൊക്കെ തന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഫ്ലവറായിരുന്നു കേട്ടോ. അതിനകത്ത് ഇടയ്ക്ക് ഞാനൊരു വേറെ ഡിഫറെൻറ്റ് കളർ വെക്കാൻ കാരണം എൻ്റെ കയ്യിൽ ആ കളർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അടുത്ത നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ഓരോന്നിനും ഓരോ ഫ്ലവറായിട്ട് ഇതിങ്ങനെ ഈ ചുറ്റി കൊടുക്കും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്കൊന്ന് പഠിച്ചെടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇത് ഒട്ടിക്കുന്ന പരിപാടിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനും വേറെ സാധനം വെച്ചൊക്കെ ചെയ്തിട്ടൊന്നും പൊട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് ചെയ്ത് പഠിച്ചാൽ നല്ല സൂപ്പറാണ്. ഇത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ കൊച്ചു ചോദിച്ചു, ഇത് എന്തിനാ മമ്മി ഇത് മേടിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു ഇത് പൈപ്പ് ക്ലീനറാണ്. അപ്പം പൈപ്പ് ക്ലീനർ കൊണ്ട് നീ ക്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞു, മമ്മി പൈപ്പ് ക്ലീൻ ചെയ്യാൻ വന്നിട്ട് ഇത് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ പൈപ്പ് ക്ലീനറിൻ്റെ പേരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്രാഫ്റ്റിനാണ് കേട്ടോ. അപ്പം അവനും എന്തിനാന്ന് 2-3 പൊക്കി എടുത്തുകൊണ്ട് പോയതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കളറിൻ്റെ കുറവുണ്ട് കേട്ടോ. പിന്നെ ഇത് പിടിക്കലും പിടിക്കലും ഒക്കെ ഇച്ചിരി ചിലപ്പോൾ ക്യാമറയുടെ ഫോക്കസ് താഴോട്ട് മാറിപ്പോയി അങ്ങോട്ടും അപ്പുറത്തൊക്കെ പോയി. കാരണം ഞാൻ ഈ പിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാതെ ചെയ്തോളൂ കണ്ടോ. ഇങ്ങനൊരു ക്യൂട്ടായിട്ട് സിമ്പിൾ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബീഡ്സ് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കളർ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ, ഈ പച്ച തന്നെ, എനിക്ക് ഈ പച്ച അല്ലായിരുന്നു വേണ്ടത്, വേറെ നല്ല ഡാർക്ക് പച്ച വേണം, പക്ഷേ എൻ്റെ ഇല്ലില്ല. ഇനി അടുത്ത പ്രാവശ്യം പൈപ്പ് ക്ലീനർ മേടിക്കും വേറെ വല്ല സൈറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് പച്ചയും മഞ്ഞയൊക്കെ മേടിക്കേണ്ടി വരും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നടുക്ക് വെക്കാനുള്ള ആ സെൻറ്ററിന് വേണ്ടിയാണ് നമ്മൾ ഈ പച്ച ചുറ്റുന്നത്. അടുത്ത് അകത്തോട്ട് കയറ്റി വെച്ചാൽ നമ്മൾ യുണീക്കായിട്ടുള്ള ഫ്ലവർ കിട്ടും. ഞാൻ ഓരോന്നോരോന്നായിട്ട് ആദ്യം ഉണ്ടാക്കി കാണിക്കുന്നുള്ള ഓരോ മെത്തേഡ് കാണിക്കാമെന്ന് വെച്ചുകൊണ്ട് കേട്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അടുത്ത മെത്തേഡ് ഉണ്ടാക്കാൻ പോകുന്നത് തുലിപ്പ് ടൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ തുലിപ്പ് തെറ്റിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെന്ന് പറഞ്ഞു ഇതുകൊണ്ടൊരു ബോ ഉണ്ടാക്കി തരാമോയെന്ന്. കാരണം ഈ ബോയൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ വോളിൽ നമുക്ക് 2-3 ജോയിൻ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഈസി ആയിട്ട് ബോ ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതിന് നീളക്കുറവുള്ള പോലെ എനിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ചിലരൊക്കെ ചെയ്യുന്നതിന് നല്ല നീളമുണ്ട്, പക്ഷേ എൻ്റെ അതിനകത്ത് നീളക്കുറവാണ്. അതിപ്പോൾ എൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ തന്നതിൻ്റെ പ്രശ്നമാണോ? ഇങ്ങനെ 2-3 കളറിലെ ബോ വെച്ച് നമുക്കിങ്ങനെ ജോയിൻ ചെയ്താൽ നമ്മുടെ വോളിൽ നല്ല സൂപ്പർ ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ആയില്ലേ, കണ്ടില്ലേ? അപ്പോൾ അടുത്തത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു സൺഫ്ലവറാണ്. പക്ഷേ സൺഫ്ലവറിന് നടുക്ക് വെക്കാനുള്ള ബ്രൗൺ കളറില്ലായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സൺഫ്ലവർ വേറെ രീതിയായി പോട്ടോ. അപ്പം പിന്നെ ഉണ്ടാക്കിയതിന് ഞാൻ വിചാരിച്ച അത്ര നീളവും ഇല്ലായിരുന്നു. ഇതിന് എന്തോ ഒരു ഡിഫക്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമുണ്ടായിരിക്കും കേട്ടോ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അടുത്ത ഫ്ലവർ സൺഫ്ലവർ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ മാക്സിമം എല്ലാത്തിനും നമ്മളിങ്ങനെ മടക്കി വെച്ചാണ്. കാരണം ഞാനിങ്ങനെ മടക്കിയപ്പം എൻ്റെ അതിനകത്ത് ഒത്തിരി നീളക്കുറവ് പോലെ തോന്നി. പക്ഷേ ചിലരുണ്ടാക്കിയപ്പം അത്ര നീളക്കുറവ് ഇല്ലായിരുന്നു.
ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇനി വല്ല മെഷർമെൻ്റ് ഉള്ളതാണോ എന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഇച്ചിരി കൂടെ ഒരു തിക്നെസ് ഉള്ളതായിരുന്നു ആഗ്രഹിച്ചത്. അപ്പോൾ അതിന് നല്ല ഫ്രിൽ ടൈപ്പ് ഒരു 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 ഫ്ലഫി ടൈപ്പ് കാണാൻ വേണ്ടി, പക്ഷേ പറ്റിയില്ല. എന്തായാലും നമ്മൾ സൺഫ്ലവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പൈപ്പ് ക്ലീനറിൽ തന്നെ 4 അതിൻ്റെ ഇതൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേയേറെ ഉണ്ടാക്കണം കേട്ടോ, 2-3 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ഉള്ള ഓറഞ്ച് വെച്ച് ഞാൻ ഉണ്ടാക്കുവാണ്. പിന്നെ സെൻറ്ററിലേക്ക് എൻ്റെ ബ്രൗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോ വെക്കുകയാണ്. നിങ്ങൾ ബ്രൗൺ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്ത ശേഷം എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. പരിപാടിയൊക്കെ സിമ്പിളാണ്, പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ള കളറും വേണം. ഇപ്പം ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യും. ഇപ്പം 2-3 എണ്ണം കൂടെ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് സാധനം ഇല്ലാതായപ്പോൾ. അല്ലെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം കേട്ടോ. പല പല സൈറ്റുകളിൽ ഇത് കിട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റിയില്ല, ചിലതൊന്നും പറ്റിയില്ല. ചിലരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊന്ന് സൂപ്പറായിരുന്നു. സാരമില്ല, നമുക്ക് പഠിച്ചു വന്നോളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലൂ ഗണ്ണ് വെച്ചാണ് നമ്മളിതിനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ സൺഫ്ലവർ ഇങ്ങനെയായിരിക്കുന്നു. കാരണം സൺഫ്ലവറിന് നടുക്കത്തെ സാധനമില്ലല്ലോ. പക്ഷേ സാരമില്ല, ഈ ഫ്ലവറിനെ തന്നെ നമ്മൾ വേറെ മോഡിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളൊരു തുലിപ്പ് പോലൊക്കെ ഉണ്ടാക്കണം ശ്രമിക്കുന്നുണ്ട്. ഈ തുലിപ്പിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ ഫ്രില്ലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം അതിനെ ചുറ്റി ചുറ്റി കൊടുത്ത ശേഷം നടുക്ക് നമ്മുടെ ആ തുലിപ്പിൻ്റെ രീതി ഉണ്ടാക്കണം. പക്ഷെ ഞാൻ തുലിപ്പ് ഉണ്ടാക്കിയപ്പം വേറെ വല്ല തുലിപ്പാണോ എന്ന് തന്നെ സംശയമായിപ്പോൾ ആദ്യം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ തുലിപ്പ് 2-3 ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് നിങ്ങളെ കാണിക്കുന്നില്ല വീഡിയോയിൽ എന്തായി പോകുന്നു. അതുകൊണ്ട് ഈ പച്ച എടുത്ത് ജസ്റ്റ് നടുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം അതിൻ്റെ ഇടയിലോട്ട് വെച്ച് ഇത് പിരിച്ചെടുത്താൽ മതി. ഇതിലെല്ലാത്തിനും പിരിയലാണ് പരിപാടി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം ജോയിൻ്റ് ആയി, കാരണം ഇതിനകത്ത് കമ്പിയല്ലേ. അപ്പോൾ നമ്മൾ തുലിപ്പിനെ ഇങ്ങനെ ആക്കിയ ശേഷം പിന്നെ മുകളിൽ തുലിപ്പിൻ്റെ ഷേപ്പിൽ മുകളിലോട്ടാക്കാം. ഇതിൽ വലിയൊരു തിരിപ്പ് ഒരു വെളിയിലത്തെ ഒരു ചാനലുകാരുണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ തുലിപ്പ് ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ലീഫായിട്ട്, അപ്പോൾ പച്ച കുറവായതുകൊണ്ട് ഉള്ള പച്ച കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുവാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈ ലീഫൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് കുറേ എണ്ണം ഉണ്ടാക്കി നമുക്ക് ഡെസ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഡെസ്ക് ഡെക്കോറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഏതെങ്കിലും ഇതിനകത്ത് കേട്ടോ. ഇനി അടുത്തതുകൊണ്ട് ഈ പൈപ്പ് ക്ലീനർ വെച്ച് വേറൊന്നും കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓരോ ഫ്ലവറിനും ഓരോ രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ എൻ്റെ സിസർ വെച്ചാണ് കണ്ടിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വല്ല കട്ടിംഗ് പ്ലെയറോ എന്തെങ്കിലും കൊണ്ട് വെച്ച് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പർപ്പിളോ ലാവണ്ടറോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അതൊരു പ്രത്യേക ഫ്ലവറായിട്ട് മാറും. പിന്നെ നടുക്കത്തേന് നമ്മൾ എപ്പോഴും ഒരു ബഡ്സ് ടൈപ്പിലോ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതും ഗ്ലൂ ഗണ്ണ് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കണം. ഇത് എൻ്റേതായ രീതിയിലുള്ള ക്രിയേഷൻസൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. കാരണം ഇതൊക്കെ അങ്ങനത്തെ ഞാൻ കണ്ടെന്നില്ല കേട്ടോ. ഇതിങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഒരു ഫ്ലവർ പോലെ കണ്ടായിരുന്നു. എന്തുവാണ് ഇതിൻ്റെ പേരും എനിക്കൊന്നും പലതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ടൈപ്പിലൊരു ഫ്ലവറായി മാറി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 ഫ്ലവേഴ്സ് ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോന്നിനും ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര ഒരു പെർഫെക്ഷൻ വന്നില്ല. പക്ഷേ ഞാൻ തോന്നുന്നു ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഇച്ചിരി ക്യാമറയുടെ ഫോക്കസ് മാറിയായിരുന്നു. ആക്ച്വലി നമുക്ക് വേണ്ട ഇതിനകത്ത് ഒരേ രീതിയിലുള്ള കളറിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറ്, നടുക്ക് 2 കളറ് സെയിം, അതിൻ്റെ വെളിയിൽ വേറൊരു കളർ, അതിൻ്റെയും വെളിയിൽ വേറൊരു കളർ വെച്ച് ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കി ഒരു ഇതൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒന്നിച്ച് ചുറ്റുമ്പോൾ, അതായത് ഒന്നും സെറ്റായിട്ട് വരണം. നടുക്കത്തെ 2 എണ്ണം, അതിൻ്റെ വെളിയിൽ ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ആക്കി എടുക്കണം. അങ്ങനത്തെ 3-4 ഇതളും ഉണ്ടാക്കണം. അതിൻ്റെ ആകെ 4 ഇതളേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ 5 ഇതളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ 4 ഇതളും ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇയർബഡ്സ് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ. പിന്നെ നിങ്ങൾ ഞാൻ ഒന്നിൻ്റെയും സ്റ്റെം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തണ്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ ഫ്ലവറിൻ്റെ രീതി മാത്രം കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതങ്ങോട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കുമ്പോൾ ഉണ്ടോ, ഞാൻ സ്റ്റെമ്മിന് വരെ എൻ്റെ ഈ പെയിൻറ്റിങ് ബ്രഷാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ക്ഷമയില്ലായിരുന്നു കേട്ടോ ഇത്രയും. പിന്നെ നടുക്കത്തതിനകത്തും ബഡ്സിന് പകരം വേറെ വല്ലതും വെക്കാം കേട്ടോ. നമ്മുടെ നേരത്തെ ഉണ്ടായ സൺഫ്ലവറിൻ്റെ മുകളിൽ ഞാൻ വേറൊരു ഫ്ലവറും കൂടെ വെച്ച് അതിന് വേറെ ഒരു രീതി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് നമുക്ക് ഫ്രില്ലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു നോക്കാം. എന്നിട്ട് നമ്മുടെ തുലിപ്പ് 2-3 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഫ്ലവറിൻ്റെ പേരുണ്ട്, അതിൻ്റെ ലാവണ്ടർ കളറിൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരൊന്നിൻ്റെയും ഞാൻ ഓർത്ത് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ കമ്പിയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്ത ശേഷം അതിൻ്റെ അകത്തോട്ട് ഞാനൊരു പച്ച വെക്കണം. അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ തോന്നിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി. അതിന്
ശേഷം ഈ പറമ്പിലൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഫ്ലവർ കേട്ടോ. അപ്പം ഈ ഫ്ലവറെല്ലാം നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം ഇച്ചിരി കൂടെ യുണീക്കായിട്ടുള്ള ഞാൻ പഠിച്ച് ഫ്ലവറിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു മാക്സിമം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ. പിന്നെ നമ്മുടെ സൺഫ്ലവർ. അപ്പോൾ എല്ലാ ഫ്ലവറും കൂടെ കണ്ടിട്ടുണ്ട്. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.